ഇതേതാ ഈ ഭീകരവാദി എന്നൊന്നും ആരും ചിന്തിക്കേണ്ട. ഞാൻ ഈ തോർത്തൊക്കെ കെട്ടിക്കൊണ്ട് പോകുന്നത് ഈ വീടൊക്കെ ഒന്ന് ക്ലീൻ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഞാൻ പിന്നെ തൊട്ടാൽ തുമ്മും എന്നൊരു കാറ്റഗറിയിൽ ഉള്ളത് കാരണവും തുമ്മൽ വന്നു കഴിഞ്ഞാൽ എനിക്ക് പനി പിടിക്കും എന്നുള്ളത് കാരണമാണ് കേട്ടോ ഞാൻ ഇങ്ങനത്തെ പരിപാടികളൊക്കെ ചെയ്യുന്നത്. ആദ്യം തന്നെ വല്ലപ്പോഴും മാത്രം ക്ലീൻ ആക്കാറുള്ള ഈ ഫാനിൽ നിന്ന് തന്നെ തുടങ്ങാൻ ഓർത്തു. ആഴ്ച തുടങ്ങുന്നതിന് മുമ്പുള്ള ശനിയാഴ്ച ഇതുപോലൊരു ക്ലീനിങ് ഇവിടെ പതിവുള്ളതാണേ. അതായത് ക്രൈസ്തവർക്ക് നാളെ തൊട്ട് വെള്ളിയാഴ്ച തുടങ്ങുകയാണ്. ആഴ്ചയ്ക്ക് മുമ്പ് കുമ്പസാരിച്ച് ഒരുങ്ങുന്നത് പോലെ തന്നെ വീടും പരിസരവും ഒക്കെ നല്ല രീതിയിൽ ക്ലീൻ ആക്കാറുണ്ട്. ഞാൻ രാവിലെ എണീറ്റ് വന്നപ്പോൾ തന്നെ മമ്മി എനിക്ക് ചെയ്തു തരാനുള്ള ലിസ്റ്റൊക്കെ തന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇത് ക്ലീൻ ആക്കണം, അത് ക്ലീൻ ആക്കണം എന്നൊക്കെ പറഞ്ഞ് എല്ലാ ആഴ്ചയും ക്ലീൻ ആക്കുന്ന സാധനം തന്നെയാണ്. പിന്നെ എന്തിനാണ് വീണ്ടും ക്ലീൻ ആക്കുന്നത് എന്നൊരു ഇത് എനിക്കുണ്ടായിരുന്നു. പക്ഷെ അത് ഞാൻ ചോദിക്കാൻ പോയി കഴിഞ്ഞാൽ എനിക്ക് വേറെ വല്ലതും കേൾക്കേണ്ടി വരും. അത് കാരണം ഞാൻ പിന്നെ ഒന്നും മിണ്ടിയില്ല. ആ ഇരിക്കുന്ന ഗ്യാസ് കുറ്റി കണ്ടോ, അതിനകത്ത് കുറ്റി മാത്രമേ ഉള്ളൂ കേട്ടോ, ഗ്യാസ് ഇല്ല. ഇപ്പം അവിടെ ഇരിക്കുന്ന ഒരു ഗ്യാസ് കുറ്റി ഈസ്റ്റർ വരെ തേക്കണമെന്ന് പറഞ്ഞാണ് മമ്മി നടക്കുന്നത്. അത് കാരണം ഞാൻ വല്ലപ്പോഴും മാത്രം അടുക്കളയിൽ കയറി ഉണ്ടാക്കുന്ന മാഗി കൂടി എനിക്ക് ഉണ്ടാക്കാൻ പറ്റാത്തൊരവസ്ഥയാണ്. അതെന്തെങ്കിലും ആയിട്ട് നമ്മൾ വിഷയത്തിന് തെന്നിപ്പോകും. എനിക്ക് വൈകുന്നേരം ആകുമ്പോഴത്തേക്കിനും പല്ല് കാണിക്കാനായിട്ടൊന്ന് പോകണം കേട്ടോ ഡോക്ടറിൻ്റെ അടുത്ത്. അത് കാരണം ഞാനാണെങ്കിൽ രാവിലെ തന്നെ പണി തുടങ്ങി. പക്ഷെ പല്ല് കാണിച്ച് ഞാൻ തിരിച്ചു വന്നപ്പോഴത്തേക്കിനും ഭയങ്കര മഴ. ആ മഴ പെയ്തത് എന്തുകൊണ്ട് നല്ലൊരു കാര്യമാണ്. പക്ഷെ മഴ പെയ്യാൻ നോക്കി നിൽക്കുമായിരുന്നു ഞങ്ങളുടെ ഇവിടുത്തെ കറണ്ട് പോകാനായിട്ട്. കറണ്ട് പോയി കഴിഞ്ഞപ്പോൾ പിന്നെ മിന്നലായി ഇടിയായി. അങ്ങനെ വൈകുന്നേരം ഉണ്ടാക്കാൻ വെച്ച കൊഴുക്കട്ട അന്ന് രാത്രിയാണ് കേട്ടോ ഞങ്ങൾ ഉണ്ടാക്കിയത്. അന്നേരം കറണ്ട് വന്നിട്ടില്ല. പിന്നെ ഈ ടോർച്ചൊക്കെ വെച്ച് അഡ്ജസ്റ്റ് ചെയ്ത് ഉണ്ടാക്കി കൊഴുക്കട്ട. ശനിയായിട്ട് എങ്ങനെയാണ് കൊഴുക്കട്ട ഉണ്ടാക്കാതിരിക്കുക? ഞങ്ങൾ ഇവിടെ സാധാരണ വൈകുന്നേരം തന്നെയാണ് കേട്ടോ ഉണ്ടാക്കാറുള്ളത് കൊഴുക്കട്ട. അതാകുമ്പോഴത്തേക്കിനും നാളെ പള്ളിയിലൊക്കെ പോയിട്ട് തിരിച്ചു വരുമ്പോഴത്തേക്കിനും വേറെ പ്രത്യേകിച്ചൊന്നും ഉണ്ടാക്കണ്ടല്ലോ. അത് കാരണം പിന്നെ കുറച്ച് കഷ്ടപ്പെട്ടിട്ടാണെങ്കിലും ഈ ഇരുട്ടത്ത് ഞങ്ങൾ ഇത് ഉണ്ടാക്കിയെടുത്തു. അപ്പോൾ ഇതൊക്കെയായിരുന്നു കേട്ടോ കൊഴുക്കട്ട ശനിയിലെ എൻ്റെ വിശേഷങ്ങൾ. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ടാറ്റാ.